അപ്പോൾ എല്ലാവർക്കും നമസ്കാരം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോൻ്റെ എൻട്രി മുതൽ എല്ലാം ഞാൻ പറയാൻ തീരുമാനിച്ചു. അപ്പോൾ പൊന്നും കാത്ത് നല്ല ഉറക്കമാണ്. ഞാൻ രാവിലെ തന്നെ എഴുന്നേറ്റ് ചെയ്യണ പരിപാടി എന്താണെന്ന് കാണിച്ചു തരാം കേട്ടോ. ഇത് പൊന്നൂന് പ്രമോഷൻ കിട്ടിയ റോസ്മേരി വാട്ടറാണ്. ഞാനാണ് ഇതൊക്കെ അടിച്ച് തീർക്കുന്ന ആൾ. അവർക്ക് കിട്ടുന്ന റോസ്മേരി വാട്ടറിൻ്റെ ഒരു 90% അടിച്ച് തീർക്കുന്ന ആൾ ഞാൻ തന്നെയാണ്. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് എനിക്ക് ഈ മുടി നോക്കലൊക്കെ എനിക്ക് ഭയങ്കര കൂടുതലാണ്. വേറെ ഒന്നല്ല, ഞാൻ ഗൾഫിൽ നിന്നിട്ട് അവിടെയൊക്കെ നിന്നിട്ട് എൻ്റെ മുടി നന്നായിട്ട് പോയി. അപ്പോൾ അത് കാരണം ഞാൻ ഈ കാര്യത്തിലൊക്കെ ഭയങ്കര കോൺസെൻട്രേഷൻ ചെയ്യും. മുടി എന്താ പറയുക, ഫേസ്, അങ്ങനത്തെ കേസിലൊക്കെ എനിക്ക് ഭയങ്കര ഞാൻ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കും. പക്ഷെ ചിലതൊക്കെ ഫ്ലോപ്പാവും. അത് കാരണം കുറേ എണ്ണ ഞാൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്, ഇങ്ങനെ ഓരോ പ്രൊമോഷൻ കണ്ടിട്ടൊക്കെ. ഞാനും പോയി വീഴാറൊക്കെ ഉണ്ട് കേട്ടോ. അത് വേറെ കാര്യം, അതാണ് സത്യാവസ്ഥ. അപ്പോൾ എൻ്റെ വക കുറേ റോസ്മേരി വാട്ടർ തലയില ചന്നം പിന്നം അങ്ങോട്ടില്ല ഇങ്ങോട്ടില്ല എവിടെയൊക്കെ പൂശാൻ പറ്റിയ അവിടെ ഒക്കെ ഞാൻ അടിച്ചു കയറ്റിട്ടുണ്ട്. എന്നിട്ടാണ് ഞാൻ ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കുള്ളൂ. ഞാൻ 2 നേരം അടിക്കട്ടോ, രാവിലെ രാത്രി. ചില ദിവസങ്ങളിൽ അടിക്കാറില്ല, മറന്നു പോകും. അതിങ്ങനെ ഓട്ടപ്പാച്ചലിൻ്റെ ഇടയിൽ. അപ്പം നിങ്ങൾ വിചാരിക്കും എന്താണ് ഓട്ടപ്പാച്ചൽ, എന്തെങ്കിലും പണി അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ വരും. പണി കിട്ടാനാണോ വളരെ ബുദ്ധിമുട്ട്. അപ്പോൾ പണിയൊക്കെ വരും. അത് കഴിഞ്ഞിട്ടാണ് എൻ്റെ ബാക്കി കാര്യങ്ങൾ നോക്കാറുള്ളൂ. അങ്ങനെ പല്ലേക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ എൻ്റെ ഒരു കലാവിരുദ്ധാണ് കേട്ടോ നിങ്ങളിപ്പോൾ കാണുന്നത്. ഇനി ബാക്ക് സൈഡ് ഉണ്ട്. ഇതിനിപ്പോൾ എനിക്ക് പൊന്നൂൻ്റെയും ചീത്ത കേട്ടിട്ടുള്ളൂ. ഇങ്ങനെ വീഡിയോ എടുത്തതിന് ഇങ്ങനെ വെക്കാൻ പാടില്ല, ട്രൈപോഡ് വെച്ച് നല്ല ഭംഗിക്കെടുക്കണം. ഓക്കെ പറഞ്ഞു. ഇനി അപ്പോൾ അടുത്ത എൻ്റെ കലാവിരുദ്ധാണ് അക്കോറി എടുക്കൽ. എങ്ങനെയുണ്ട്? പക്ഷേ ഇവിടെ ഫുൾ ഫ്രണ്ടിൽ നിന്ന് എടുക്കാൻ പറ്റിയില്ല, കുഞ്ഞവിടെ കിടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഫ്രണ്ടിൽ നിന്ന് എടുക്കാൻ. അത് കഴിഞ്ഞിട്ട് ഒരു ഗ്ലാസ് വെള്ളം, അത് ഞാൻ വേണോ വേണ്ടേന്ന് വെച്ചിട്ടാണ് ഞാൻ കുടിച്ചത്. സത്യത്തിൽ അതാണ് അവസ്ഥ. അങ്ങനെയുണ്ട്. അപ്പോഴത്തേക്ക് ഞാൻ നോക്കുമ്പോൾ നമ്മുടെ കാത്തും ഉറക്കത്തു നിന്നൊക്കെ എഴുന്നേറ്റ്. അവൾക്ക് ഞാൻ പിന്നെ പെട്ടെന്ന് ഇറങ്ങിക്കഴിഞ്ഞാലൊക്കെ അവൾക്ക് അറിയാൻ പറ്റൂട്ടോ. അവൾ ഇരുന്നിട്ടുള്ള ഉറക്കത്തിൻ്റെ അഭ്യാസങ്ങളാണ് ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. പെട്ടെന്ന് മറിഞ്ഞും തിരിഞ്ഞും ഒക്കെ അവൾ ഉറങ്ങാൻ നോക്കുന്നുണ്ട്. പക്ഷെ അവൾ പെട്ടെന്നൊന്നും ഉറങ്ങില്ല. അവൾ എഴുന്നേറ്റ് കഴിഞ്ഞാൽ അവൾ പിന്നെ ഫുൾ ആക്റ്റീവായിട്ടിരിക്കും. എന്നാലും ചില നേരത്തെ ഇപ്പോൾ പോകട്ടാ, ഇപ്പോൾ ഒരു പോക്ക് പോകാണ്ട് കണ്ട കിടക്കണണ്ട എന്തൊക്കെയോ ഏതാണ്ട് അന്വേഷിച്ച് കണ്ടെത്തണ ഇതിലാണ് അവളുടെ ഇരിപ്പും കിടപ്പൊക്കെ. ഇപ്പം നോക്കിയേ, ഇതൊക്കെ ഞാൻ കുറേ കളിയാക്കി. പക്ഷെ ഇവിടെ നോൺ വോയിസ് എടുത്തില്ല. അതിനും എനിക്ക് എൻ്റെ പെമ്പർ നോക്കിയിട്ട് ചീത്ത കിട്ടും. പിന്നെ കയ്യിൽ കെട്ടാൻ പറഞ്ഞത് അത് രാവിലെ ആകുമ്പോഴത്തേക്ക് ലൂസായി. എന്ത് കെട്ട ഇവിടെ കെട്ടി കൊടുക്കണേ, ഞാൻ പറയാൻ മറന്നതാ പൊന്നോ. നാളെ മുതൽ ശ്രദ്ധിക്കണം ഓട്ടാമ്പാനെ. അയ്യോ എൻ്റെ വയറ് കാണുന്നു, ആരും അങ്ങോട്ട് നോക്കണ്ട. ഓക്കെ. അപ്പോൾ ഞാൻ കാത്തുവിനെ കെട്ടിപ്പിടിച്ചു. പക്ഷെ അവൾ ഇങ്ങനെ അടങ്ങിയിരിക്കില്ല, അവൾക്ക് ഇങ്ങനെ ഇറങ്ങിപ്പൊക്കൊണ്ടേയിരിക്കണം. അവൾ ഈ കുഞ്ഞിപ്പുഴു പോലെ അങ്ങനെ എവിടെയെങ്കിലും കയറി തപ്പിപ്പോൾ ഇപ്പം എവിടേക്കോ അവൾ പോകുന്നുണ്ട്. ഈ ജനലയുടെ മുകളിൽ കയറിയിട്ടൊക്കെയാണ്. പേടിയാവുക ഓരോ കാര്യങ്ങൾ കാണുമ്പോഴും. ഭയങ്കര ഓട്ടപ്പാച്ചലാണ്. ഇങ്ങനെ പുന്ന് പറഞ്ഞിട്ട് ആൾ പോവും. പിന്നെ എവിടെയെങ്കിലും കയറി പിടിച്ച് നിൽക്കണേ കാണുന്നുണ്ടാവുക. അപ്പോൾ അവളായിട്ട് കളിക്കണ കേട്ടാ പൊന്നു വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ എന്താ വീഡിയോ ഉള്ളത് നോക്കട്ടെ കേട്ടാ. പിന്നെ ഇതെന്തായിരുന്നു, ക്യാമറ ബോർഡ് വെച്ചിട്ട് ട്രൈപോഡ് വെച്ചുള്ള വീഡിയോ ആണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. എൻ്റെ പിന്നാമ്പുറമാണ്, ആരും പേടിക്കണ്ട. അതിൻ്റെ അഭ്യാസമാണ് കാണുന്നത്. ഇപ്പം ഞാൻ നാഗവല്ലീനെ പോലെ ആക്കിയിട്ട് കാത്തുമ്മേനെ വിളിക്കാൻ വരണേട്ടാ, അവൾ വരാൻ വേണ്ടിയിട്ട്. അപ്പം ഞാനും കാത്തും കൂടിയിട്ട് എങ്ങോട്ടോ പോകുന്നുണ്ട്. എങ്ങോട്ടാന്ന് എനിക്ക് തന്നെ അറിയില്ല. വാതിലൊക്കെ തുറന്ന് പൊന്നൂൻ്റെ പിന്നെ അഭ്യാസങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കയ്യിൽ ഇപ്പം മറ്റേ ബാബുരാജ് പോലെയാ ഈ വലിയ കെട്ടൊക്കെ കെട്ടിയിട്ട് ആശാത്ത് നടക്കുന്നത്. കെട്ടയക്കുന്നുണ്ട്. പക്ഷെ കെട്ടയക്കാറുള്ളൊന്നുമില്ല, ഒക്കെ ലൂസായിട്ടാണ് കിടക്കണത്. ഒന്ന് വലിച്ചു കഴിഞ്ഞ് ഇങ്ങോട്ട് പോരും. പിന്നെ അവൾ സ്ഥിരം പരിപാടികൾ കിടക്ക് നന്നായി വിരിച്ചിടുക, അത് അലങ്കോലാക്കുക എന്നുള്ളതാണ് എൻ്റെ ഡ്യൂട്ടി. അവളെ നന്നാക്കിയിടും, ഞാൻ അലമ്പാക്കിയിടും. അതാണ് ഞങ്ങൾ തമ്മിലുള്ള ഐക്യം. അവൾ വൃത്തിയാക്കിയിട്ട് കഴിഞ്ഞാൽ ഞാൻ അപ്പം നാശാക്കാനായിട്ട് ഞാൻ എത്തും. എന്താ ചെയ്യല്ലേ ഭാര്യരെ. പിന്നെ അടുത്ത ഷോട്ട്. എൻ്റെ ഭാര്യ കലാകാരിയാണ്. പല രൂപത്തിലും പല സൈസിലൊക്കെയാണ് ഓരോ ഷോട്ടും കാര്യങ്ങളൊക്കെ വരുന്നത്. പോണു വാതിൽ തുറക്കാനായിട്ട്. മറ്റേ ഡയലോഗാണ്, വാതിലും തുറന്ന് വന്നിരിക്കുക കടവാതിൽ. എൻ്റെ അരവാണ്. ഞാൻ പിന്നാലെ വരുന്നു. കിടുകിടുകിടുകിടും. അപ്പോൾ എൻ്റെ അരവണയ്ക്ക് മീനൊക്കെ ഇതൊക്കെ കൊടുത്തു വിട്ടാ. വിരയുടെ അസുഖം ഉണ്ടായിരുന്നു. അപ്പോൾ അതിനുള്ള മരുന്നൊക്കെ കൊടുത്തുള്ള ഇരിപ്പാണത്. കണ്ട, ഇതെൻ്റെ ഷോട്ടാട്ടാ. ഈ ഒരു ഷോട്ട് എൻ്റെ കലാവിരുദ്ധാണ്. പിന്നെ കാത്തൂനുള്ള മരുന്നാണ് രാവിലെ തന്നെ.
അതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ദിവസം പനിയും കാര്യങ്ങളൊക്കെ കുറവായിരുന്നു, പക്ഷേ ഇന്ന് നല്ല കൂടുതലായിരുന്നു, ഭയങ്കര പനിയായിരുന്നു. അതിൻ്റെ കരച്ചിലാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവൾക്ക് കിടത്തി അറിയാൻ പറ്റും മരുന്ന് കൊടുക്കാനാന്നുള്ളത്. മരുന്ന് അതായത് അവൾക്ക് എഴുന്നേറ്റില്ലേ അവൾക്ക് ഉറപ്പാണ് മരുന്ന് കിട്ടാനുള്ള എൻ്റെ ഇതാണെന്ന് വെച്ചിട്ട് അവൾ നല്ല കരച്ചിലായിരുന്നു. അപ്പോഴത്തേക്ക് കരച്ചിൽ കേട്ടിട്ട് അമ്മയ്ക്ക് എത്തി. എന്നിട്ട് പിന്നെ ഈ മറ്റേ എന്താ പറയുക ഇതിന് ആ സാധനത്തിന് എന്താ പറയുക, നെബുലൈസേഷൻ വെക്കുകയാണ് കേട്ടോ. അപ്പോൾ അമ്മ മറ്റേ മാസ്കൊക്കെ വെച്ചപ്പോൾ അവള് തൂരിക്ക് വലിച്ചേർന്നു. അപ്പോൾ ആ ഒരു ഇത് മാത്രല്ലേ അത് വെച്ചുള്ള പരിപാടിയാണ് കേട്ടോ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഗംഭീര പനി കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇരിക്കുന്നത്. തീരെ വയ്യ. അപ്പോൾ എനിക്ക് വിഷമമായിട്ട് ഞാൻ പുറത്തിറങ്ങി. പക്ഷെ അതിൻ്റെ വീഡിയോ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ രാവിലെ തന്നെ ഡോക്ടറെ കാണാൻ പോയി. രാവിലെ പോയി ഡോക്ടർ കണ്ടു. തീരെ വയ്യായിട്ട് എൻ്റെ കാത്തുമ്മയ്ക്ക് തീരെ വയ്യാണോ തീരെ വയ്യ. ആദ്യമായിട്ടാണ് ഇങ്ങനെ ബുദ്ധിമുട്ടായിട്ട് കാണുന്നത്. എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് മേല് തുളപ്പിച്ചിട്ടേ ഉള്ളൂ തോന്നുന്നു അല്ലേ? മേല് കഴിക്കും. കാരണം രാവിലത്തെ മരുന്നൊക്കെ തുപ്പിയും കാര്യങ്ങളൊക്കെ ആക്കിയിട്ട് മേലൊക്കെ ആസനം ഇതായിരുന്നു. പിന്നെ കുണുക്കൻ്റെ മേൽനോട്ടത്തിൽ മറ്റേ ക്രീമും കാര്യങ്ങളൊക്കെ തേക്കുക. പിന്നെ കുളിക്കാനുള്ള തയ്യാറെടുപ്പായിരുന്നു. ഫസ്റ്റ് പൊന്നു മാത്രമേ ഞാൻ ഇന്ന് കുളിച്ചിട്ടില്ല കേട്ടോ. സത്യത്തിൽ അതാണ് അവസ്ഥ. ഇല്ല, ഇന്ന് ഞാൻ കുളിച്ചിട്ടില്ല. അതൊന്നല്ല, ഇന്ന് ഓട്ടപ്പാച്ചിലായിരുന്നു. ഓട്ടപ്പാച്ചല്ലേ ഇന്ന് എനിക്ക് തീരെ വയ്യായിരുന്നു. എനിക്കും എൻ്റെ കാത്തൂന് ഇന്ന് തീരെ വയ്യ. എനിക്ക് ഇന്ന് ഞാൻ കുളിച്ചില്ല. അതെ, ശ്രദ്ധിക്കട്ടെ അമ്പാനെ. ബാത്റൂമിൻ്റെ ഉൾവശമൊക്കെ കാണുന്നുണ്ട്. അടുത്ത പ്രാവശ്യം വീഡിയോ എടുക്കുമ്പോൾ അതൊന്നും പെടാതെ സൂക്ഷിച്ചോ. ഓക്കെ. അങ്ങനെ പൊന്നുവിൻ്റെ കുളി കഴിഞ്ഞു. പൊന്നു എത്തി. ഇന്ന് ഞാൻ കുളിച്ചിട്ടില്ല എന്നുള്ളതാണ് സന്തോഷകരമായ വാർത്ത. പിന്നെ നേരെ പോകുന്നു വിളക്ക് കത്തിക്കാനായിട്ട്. ഇപ്പം ഇതിന് പറയും വിളക്ക് കത്തിക്കാൻ പാൻറ് ഇട്ടിട്ടൊക്കെയാണോ പോണേന്നുള്ളൊരു ചോദ്യം വരും. പിന്നെ ചോദിക്കണോട്ടെ, നിങ്ങൾ എന്തുകൊണ്ട് ചോദിച്ചില്ല എന്നുള്ളൊരു വിഷമം എനിക്കല്ലെങ്കിൽ വരും. അങ്ങനെ പൊന്നു വിളക്ക് കത്തിക്കുന്നു. രാവിലെ എഴുന്നേറ്റും വൈകിട്ടും. ഇന്ന് പക്ഷെ വിളക്ക് വൈകിട്ട് കത്തിച്ചില്ല കേട്ടാ. തൃശ്ശൂർ പോയ കാരണം ഇന്ന് ആ പരിപാടി നടന്നില്ല. അപ്പോൾ ദൈവത്തിനെ വിളിച്ചെന്നല്ലേ പറ്റുള്ളൂ. സാഹചര്യങ്ങളും കാര്യങ്ങളൊക്കെ ദൈവത്തിന് നമ്മൾ ഓട്ടോമാറ്റിക്കലി വിളിച്ചു പോകും. അതാണ് സത്യം. എങ്ങനെയൊക്കെ നമ്മൾ രക്ഷപ്പെടാന്ന് വെച്ച് കഴിഞ്ഞാൽ നടക്കാത്ത വഴികളിലൂടെ. അപ്പോൾ ദൈവം മാത്രമേ വഴിയുള്ളൂ. അപ്പോൾ ദൈവത്തിനെ വിളിച്ചേ പറ്റുള്ളൂ. ഞാനിപ്പം ദൈവത്തിനെ വിളി കൂടിയിട്ടാ. കാരണം നമ്മൾ വിചാരിച്ച പോലെയൊന്നും ജീവിതം പോണില്ല. വന്ന വഴി പോയില്ല, വെട്ടിയ വഴി പോയില്ലെങ്കിൽ എന്താ തെളിച്ച വഴി പോയില്ല, അങ്ങനെ എന്തൊരു ഇത് പറയില്ലേ, എനിക്ക് ഓർമ്മയില്ലേ തോന്നുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഞാനൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എന്താവും എങ്ങനെയാവുന്നു ഒരു പിടുത്തമില്ല. അപ്പോൾ ദൈവം മാത്രം തന്നെ വഴി. പല സ്ഥലങ്ങളിലും പോകണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ സാമ്പത്തികം അതാണ് പ്രശ്നം. അതൊന്ന് റെഡിയായിട്ട് വേണം എല്ലാ അമ്പലങ്ങളിലും പള്ളികളിലൊക്കെ പോയിട്ട് വഴിപാടും കാര്യങ്ങളൊക്കെ തീർക്കാനായിട്ട്. ഇപ്പോൾ ഒന്നുമില്ലാത്ത സമയത്ത് നമ്മൾ ദൈവവിളി കൂടുക എന്ന് പറയുന്നത് അതാണ്. അപ്പോൾ പിന്നെ എന്താ പൊന്നു ഡ്രസ്സ് അവൾ മേക്കപ്പ് ചെയ്യാണ്. രാവിലെ എഴുന്നേറ്റ് വിളക്ക് കത്തിച്ചതിന് ശേഷമാണ് പൊന്നുവിൻ്റെ മേക്കപ്പ്. അമ്മ അന്തം വിട്ട് നോക്കിയിട്ടുണ്ടല്ലോ. എന്താ പൊന്ന അവിടെ കുങ്കുമം ഇടുന്നു. അത് പിന്നെ പൊന്നു സ്ഥിരമാണ് കേട്ടോ. 1-2 പ്രാവശ്യമാണ് കല്യാണം കഴിഞ്ഞിട്ട് ഇടാതെ ഇരുന്നിട്ടുള്ളൂ. അല്ലാതെ ബാക്കി എല്ലാ ടൈമും ഞാൻ ഇട്ടിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അത് അമ്മ അവിടെ കിളിപോട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. എന്താ ചെയ്യേണ്ടതെന്ന് ആലോചിച്ചിട്ടാണ്. ഇവള് മാറിയാലാണ് അമ്മയ്ക്ക് വെക്കാൻ പറ്റും തോന്നണത്. അതാണ് എനിക്ക് സംഭവം. അതാ പിന്നെ ഞാനും അവിടെ വർക്കിൻ്റെ ഫോണിൽ മെസ്സേജിനൊക്കെ റിപ്ലൈ കൊടുക്കണു. കുണുക്കനും കുണിക്കും കാത്തും കൂടി അവിടെ കളിക്കണു. അതൊക്കെയാണ് കുണിക്കയുടെ അഭ്യാസം, ഡാൻസും കാര്യങ്ങളൊക്കെ ആട്ടെ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതാ നേരെ പൊന്നു കാത്തൂനുള്ള പഴം സെറ്റാക്കാൻ പോണു. ആ പഴം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി അതാണ്. ഞാൻ ഇത് മുന്നേ വീഡിയോ കണ്ടിട്ടില്ല. അങ്ങനെ കാത്തൂനിപ്പോൾ ഈ പനിയുള്ള കാരണം എല്ലാ ഫുഡൊന്നും അല്ലെങ്കിലേ അവളൊരു ഫുഡും കാര്യങ്ങളൊന്നും കഴിക്കാത്ത വ്യക്തിയാണ്. ഇപ്പം തീരെ കഴിക്കില്ല. അപ്പോൾ അവൾക്ക് ഇഷ്ടം ഈ പഴം. അവൾക്ക് ഇങ്ങനെ പിടിച്ചിരുന്ന് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അവളെ കയ്യിൽ കൊടുക്കണം. നമ്മളായിട്ട് വെച്ച് കൊടുത്തായിരുന്നു അവൾ കഴിക്കില്ല. അവൾക്ക് തോന്നണം കഴിക്കണം എന്നൊക്കെ. അവൾ കയ്യിൽ പിടിച്ചിരുന്ന് കഴിഞ്ഞാൽ അവൾ 1-2 വായ കഴിക്കും. അതാണ്. അപ്പോൾ അതിനുള്ള ശ്രമമാണ് ഇപ്പോൾ പൊന്നു ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ നല്ല സ്പീഡാണ് കേട്ടോ. അമ്പാനെ ശ്രദ്ധിക്കട്ടാ. ഏതാണ്ട് ഈ PT ഉഷ ഓർണ പോലെ ഇപ്പോൾ പൂന്ന് പറഞ്ഞിട്ട് പൊക്കോണ്ടിരിക്കുന്നത്.
എത്ര പെട്ടെന്ന് പഴമൊക്കെ ആയതറിയും. എന്താ പാത്രമൊക്കെ കഴുകി വെക്കുന്നു. പിന്നെ എന്താ ഉടക്കുണ്ട്. ഇത് നല്ല പഴമായിരുന്നു കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു നാടൻ പഴം. പക്ഷെ ഞാൻ കഴിച്ചിട്ടില്ല, പറഞ്ഞു കേൾവി മാത്രമേ ഉള്ളൂ എനിക്ക്. അപ്പം ഇതാ കാത്തൂന് കൊടുക്കണു. പൊന്നുമാണോ കഴിക്കണേ? ഇല്ലല്ലോ. ചൂടാട്ടോ, അപ്പോൾ ചൂട് മാറ്റാളാണ്. ചൂട് മാറ്റിയപ്പോൾ കണ്ടില്ലേ 6 അടിക്കുക ചെയ്യുക കാത്തു. ഒന്ന് അവളുടെ വായിക്ക് പോയി, ആ കാത്തു തുപ്പിക്കഴിഞ്ഞ് നേരെ പോവുക അമ്മയുടെ വായിക്കാണല്ലോ. അതെപ്പോഴും അങ്ങനെ തന്നെയാണ് മക്കൾ. അത് പറ്റില്ല. പിന്നെ ഇവിടെ ശ്രമമാണ് കേട്ടോ പൊന്നുവിൻ്റെ. കുണിക്കൻ്റെയും മേൽനോട്ടത്തിലാണ് പിന്നെ ഞാനും ഇറങ്ങി. ഞാൻ നോട്ടം മാത്രമേ ഉള്ളൂ. എന്താ ചെയ്യണേന്ന് അറിയാൻ വേണ്ടിയിട്ട്. കാരണം വർക്കിൻ്റെ മെസ്സേജ് അതിൻ്റെ ഇടയിൽ എന്തോ തട്ടിയിട്ട് കൈ പോയതാണ് കേട്ടോ. അപ്പം ഞാൻ വീണ്ടും റെക്കോർഡ് അമർത്തി. അങ്ങനെ എൻ്റെ മേൽനോട്ടത്തിൽ കാത്തു ഫുഡ് കഴിച്ചു. അതിൻ്റെ ഇടയിൽ കുണിക്കയും കയറ്റിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ പിന്നെ അമ്മ എന്താ ചെയ്യണേ? അമ്മ ഇന്നലെ വാങ്ങിയ ഇത് എടുത്ത് വെച്ചാട്ടാ. പക്ഷെ ഇന്നലെ ആരും കഴിച്ചില്ല. അത് ഇന്ന് അതിൻ്റെ ഒരു പൊടി പോലും ഇല്ല കാണാനായിട്ട്. നല്ല ആ ബേക്കറിയിൽ നിന്ന് വാങ്ങിയത് ഇന്നലെ. പക്ഷെ തീർന്നില്ലല്ലോ, ഇന്നാണ് തീർന്നത്. ഇന്നലെ ഇന്നലെ തന്നെ തീർന്നു. ഇത് ഇന്നലെ തീർന്നില്ല. മിച്ചറിൻ്റെ ക്ഷീണം കൊണ്ടാവാം, പക്ഷെ ഇന്നത് തീർന്നു. അങ്ങനെ കുണുക്കനും കാത്തും മത്സരിച്ച്. അല്ല, കുണിക്ക് 2-3 അയച്ചിട്ടുള്ളൂ. കുണുക്ക 1-2 കുണിക്ക് 1, 2, 3 എല്ലാവരും ഒരേപോലെ തന്നെയല്ലേ. അങ്ങനെ കയറ്റിക്കൊണ്ടിരിക്കുന്നു. എനിക്ക് ഈ സാധനം ഇഷ്ടമല്ല കേട്ടോ. എനിക്ക് പഴങ്ങൾ വലിയ താല്പര്യമില്ലാത്തൊരു വ്യക്തിയാണ് ഞാൻ. ഈ പഴങ്ങൾ കഴിച്ചുള്ള ഇതെനിക്കിഷ്ടമല്ല. അപ്പം അങ്ങനെ നോക്കണം. അപ്പം ഞാൻ വീഡിയോ എടുക്കാൻ പോയതാണ്, ഫോൺ എടുക്കാൻ പോയതാണ്, ഇങ്ങനെ എടുക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ക്യാമറമാനെ തെളിയിച്ചുകൊണ്ടിരിക്കട്ടെ. അതാ പോണു കാത്തു ബാക്കിക്ക്. അപ്പം ഞാൻ അങ്ങനെ ഗിംബിൽ പോണ പോലെ പൂമ്പും എന്ന് പറഞ്ഞിട്ട് ഞാൻ പോകുന്നുണ്ട്. കാത്തു എന്തൊക്കെയോ എന്നെ പറയുന്നുണ്ട് പഴത്തിനാണ്. പക്ഷെ ഇത്ര പെട്ടെന്ന് പഴം കഴിഞ്ഞാ? അതിൻ്റെ ഇടയിൽ ആരാ കഴിച്ചപ്പോൾ എന്നാ? കാത്തു തന്നെയാണോ കഴിച്ചത്? അങ്ങനെ പറയേ. കണ്ട പ്ലേറ്റ് കാണും പറയാൻ പറ്റും. കാത്തു ഇത്ര പെട്ടെന്ന് തീർക്കില്ലേ? അവളെ സ്വഭാവം എനിക്കറിയാം. അത് ബനിയൻ്റെ ഉള്ളിലൊക്കെ ഇട്ടിട്ട് ശേഖരണ പെട്ടിയാ ഓരോ സ്ഥലത്ത് എടുത്തു വയ്ക്കും. അപ്പോൾ ഇത്രയാണ് ഇനി ബാക്കിയുള്ള പഴം. പിന്നെ ഈ വണ്ടികളാണ് പിന്നെ സുഖമാണ്. കുണിക്കേക്ക് ഉദ്ദിക്കൊണ്ട് പോകാൻ പറ്റും. പൂക്കടിക്കണ്ട. ആരും എന്നെ കുറ്റം പറയുന്നുണ്ട് കേട്ടോ നന്നായിട്ട്. ആരാണ് ഈ നേരത്ത് കുറ്റം പറയണേ? ഇപ്പോൾ വീഡിയോ ഡബ് ചെയ്യണത് 3 മണിക്ക്. 3 മണി 1 മണിക്കാട്ടോ. അങ്ങനെ പുട്ടും പപ്പടമാണ് ഇന്നത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അതുകൊണ്ട് ഞാൻ കഴിക്കില്ല. എനിക്ക് ഈ സാധനം ഇഷ്ടമല്ല. ഞാൻ കഴിക്കും പുട്ടും ബീഫും, പുട്ടും മീൻചാറും, അങ്ങനെ എനിക്ക് പറ്റുള്ളൂ. എനിക്ക് ഈ പുട്ടും പഴവും, പുട്ടും പപ്പടം ഇതൊന്നും എനിക്ക് പറ്റില്ല. അത് ഞാൻ കഴിക്കാറുമില്ല കേട്ടോ. അതാണ് ഞാൻ കഴിച്ചില്ല. അപ്പം എന്നോട് ചീത്ത പറഞ്ഞു, ഏട്ടാ വീഡിയോ എടുത്ത് തന്നും പറഞ്ഞിട്ട്. അപ്പോൾ ഇപ്പോഴും എൻ്റെ വിശാലമായ മനസ്സുകൊണ്ട് കാണിച്ച ഷോട്ടുകൾ ഞാൻ ഇപ്പോൾ ഇതിൽ കാണിച്ചു തരാം. ഇത് ഷോർട്സിലാണ് തോന്നുന്നു. ഇതിനെക്കാട്ടും അടിപൊളി സാധനമായിട്ടുണ്ട്. ഇങ്ങനെ ആവിയുടെ മുകളിൽ നിന്ന് ഇങ്ങനെ എൻ്റെ ക്യാമറയിലൊക്കെ ആവി കയറിയിട്ടുണ്ടായിരുന്നു. അത് വേറെ കാര്യം. അതാ കണ്ട, ഇതെൻ്റെ ഷോട്ടാണ്. തലയ്ക്ക് മീതെ എന്തായിരുന്നു? തലയ്ക്കു മീതെ ശൂന്യാകാശം, താഴെ മരുഭൂമി. ഇതടുത്ത എൻ്റെ ഷോട്ട്. എന്താ രസമല്ലേ. പണ്ട് എന്നെ സിനിമയ്ക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു ക്യാമറമാനായിട്ട്. പക്ഷെ ഞാൻ പോയില്ല, എനിക്കിഷ്ടമായില്ല. ഇതാ പിന്നെ കാത്തു വീണ്ടും കരഞ്ഞു, ഒന്ന് ഛർദ്ദിച്ചു തോന്നുന്നു. അപ്പോൾ തുടക്കലാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. നല്ല വാശിയായിട്ട് ഈ പനി പിടിച്ച കാരണം. കഫമുണ്ട് നന്നായിട്ട്. അപ്പോൾ കഫം പോവാണ് എൻ്റെ ഇതൊക്കെ ആയിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര വിഷമമായി. ഞാൻ ആദ്യമായിട്ട് കാത്തുവിനെ ഇങ്ങനെ കാണുന്നത്. കാരണം ഇത്രയും ഇതായി, 1 വയസ്സാവാറായി. അതിൻ്റെ ഇടയിൽ ആദ്യമായിട്ടാണ് അവൾ ഇങ്ങനെ വയ്യാത്ത, എന്താ പറയുക, നമുക്കെന്നെ വിഷമമാവും. അപ്പോൾ ഞാൻ കുറേ കരഞ്ഞോട്ടായിരുന്നു. എനിക്ക് ഇപ്പം ഭയങ്കര ഫീലിംഗ് ആണ്. അതൊക്കെ ഉണ്ടാവും കേട്ടോ. എനിക്ക് വിഷമം വന്നു കഴിഞ്ഞാൽ ആരെങ്കിലും എത്തി ഞാൻ തീർത്തിരിക്കും. അതിന് ഇപ്പോഴെന്നല്ല, ഈ കല്യാണം കഴിഞ്ഞ ശേഷം എൻ്റെ മെയിനായിട്ട് എൻ്റെ പൊന്നു തന്നെയാണ് കേട്ടോ ചീത്ത വെക്കാനും. പക്ഷേ അവൾക്കറിയാം എന്തുകൊണ്ടാണെന്നുള്ളത്. അതുകൊണ്ട് എന്നെ ഒന്നും പറയില്ല. അതുകൊണ്ടൊരു സന്തോഷം. അപ്പോൾ അഗ്നിപർവ്വതം എന്നെങ്കിലും ഒന്ന് പൊട്ടും, അതെനിക്കറിയാം. അപ്പം ഞാൻ വെയിറ്റ് ചെയ്യണതാണ് ആ ദിവസത്തിന് വേണ്ടി. കാത്തൊരു മരുന്ന് കൊടുത്തിട്ട് അവൾക്ക് തീരെ വയ്യ. അതുപോലെ ഇതാ എനിക്കും തീരെ വയ്യ, ജലദോഷം പിടിച്ചിട്ട് വയ്യ. ആദ്യം ഇന്ന് രാവിലെ ആകുമ്പോഴേക്കും നല്ല പനിയും നല്ല കുടുങ്ങിച്ചേട്ടൻ, നല്ല കഥകെട്ടുപോയി. പിന്നെ രാവിലെ എനിക്ക് മരുന്ന് കൊടുത്തപ്പോഴേക്കും ഛർദിച്ചു. പിന്നെ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി. വന്നെങ്കിൽ ആൾ ഉഷാറായിട്ടില്ല കേട്ടാ.
4 മണിക്കൂർ ഇടവിട്ട് മരുന്ന് കൊടുത്തില്ലെങ്കിലും നല്ല ചൂടുണ്ട്. അതിന്റെ ഒരു സമാധാനം കുറവായിരുന്നു. കുറച്ചേരത്തെ ഞങ്ങള് ആൾക്ക് പനിച്ചപ്പോ മേലൊക്കെ തുടപ്പിച്ചു. പിന്നെ എന്റെ കരച്ചിലായി, അപ്പേരെ കരച്ചിലായി. ആൾക്ക് വിചാരിച്ചിട്ട് ഇതുവരെയൊക്കെ ഇങ്ങനെ പനിച്ചിട്ട് ഇങ്ങനെ ഇരുന്നിട്ടില്ല. അപ്പോൾ ഇങ്ങനെ ശീലക്കേടായിട്ട് വന്നിട്ടില്ല, അവൾ ക്ഷീണിച്ചിട്ടില്ല. അപ്പൊ ഞാനും അവര് കരച്ചിലായി. ഞങ്ങൾ അങ്ങനെ കെട്ടിപ്പിടിച്ച് കിടന്ന് ഉറങ്ങി. നമുക്ക് ഉറക്കുന്ന സാധനങ്ങൾ മേടിക്കാൻ പോവാണ്ട് കേട്ടോ. അത് മേടിക്കാൻ പോവാൻ നിക്കാണ്. ഞങ്ങൾ പോവാണ്ട. ഇവിടെ ഒരു സൂചന കിട്ടി. പൂവുണ്ടെന്നുള്ള എന്തടാ നിക്കട്ടെ, ഞങ്ങളൊന്ന് സെറ്റ് ആവട്ടെ.